ഇത് ചേതക് ഇലക്ട്രിക്കിൻ്റെ 3501 എന്ന് പറയുന്ന മോഡലാണ്. ഫുൾ ഓപ്ഷൻ വേരിയൻ്റാണ്. ഞാൻ ആദ്യമായിട്ട് ഓടിക്കുന്ന ഇലക്ട്രിക് സ്കൂട്ടർ ഇതാണ്. അപ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് പ്രത്യേകതകളാണ് ഞാനിവിടെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ സ്കൂട്ടർ വെച്ച് നോക്കുമ്പം ഭയങ്കര അഡ്വാൻസ്ഡ് ആണ്. ഇതാണ് ഇതിൻ്റെ കീ വരുന്നത്. നമുക്ക് ഈ കീ നമ്മുടെ പോക്കറ്റിലുണ്ടെന്നുണ്ടെങ്കിൽ ഈ വണ്ടിയുടെ എല്ലാ സെറ്റിങ്സും നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം. ഒരു 1.5 മീറ്റർ ചുറ്റളവിനകത്ത് കീയുടെ പ്രസൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. വണ്ടി ഓണാക്കാൻ വേണ്ടി ഇതിനകത്ത് ജസ്റ്റ് ഒന്ന് ഷോർട്ട് പ്രസ് ചെയ്താൽ മതി. ഇത് ടച്ച് സ്ക്രീനാണ് വരുന്നത്. നമ്മുടെ എല്ലാ സംഭവങ്ങളും ഇതിന്ന് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ സൈഡ് സ്റ്റാൻഡ് ഡൗൺ ആയിരിക്കുമ്പോൾ വണ്ടി ഒരു കാരണവശാലും നമുക്ക് ഡ്രൈവ് മോഡിലിട്ട് എടുക്കാൻ പറ്റില്ല. ഡ്രൈവ് മോഡിലേക്ക് ആക്കണമെങ്കിൽ ഈ ബ്രേക്ക് ലിവർ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഈ ഡിയിൽ ഞെക്കുമ്പോഴത്തേക്ക് ഡ്രൈവ് മോഡാവും. റിവേഴ്സിലാണെങ്കിൽ ഈ 6 ബ്രേക്കിൽ പ്രസ് ചെയ്തിട്ട് ഈ 6 ഞെക്കി പിടിച്ചിരുന്നാൽ റിവേഴ്സാവും. പിന്നെ ഈ സ്വിച്ചിൽ ഞെക്കുമ്പം ഞെക്കി പിടിച്ചാൽ സീറ്റ് തുറക്കും. ജസ്റ്റ് ഒന്ന് ഷോർട്ടായിട്ട് ഞെക്കിയാൽ ഇത് തുറക്കും. അതിനകത്ത് നമുക്ക് ഫോൺ ചാർജ് ചെയ്യാനുള്ള അതുകൊണ്ട് ചെറിയ സാധനങ്ങൾ എന്തെങ്കിലും വെക്കാൻ ഉള്ള സ്പേസ് ഉണ്ട്. പിന്നെ ഇത് ഓടിക്കുന്ന കാര്യം പറയുകയാണെങ്കിൽ 2 മോഡ്സാണ് ഇതിന് വരുന്നത്, ഇക്കോയും സ്പോർട്ടും. ഇക്കോ മോഡിലിട്ടാൽ നമുക്ക് മാക്സിമം റേഞ്ച് ഇതിനകത്തുനിന്ന് സ്ക്യൂസ് ചെയ്യാൻ പറ്റും. ഇക്കോ മോഡിലാണ് വണ്ടി ഓണായി വരുന്നത്. നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് പ്രസ് ചെയ്ത് ഒന്നുകൂടെ ഇതിലേക്ക് സ്പോർട്ട് മോഡാവും. നമുക്ക് പെട്ടെന്ന് ഒരു പവർ സർജ് വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മൊമെൻ്റ് ഇല്ലാതെ പെട്ടെന്നൊരു കയറ്റമൊക്കെ കയറണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പോർട്ട് മോഡിൻ്റെ ആവശ്യം വരും. അപ്പോൾ ജസ്റ്റ് ബ്രേക്കിലൊന്ന് ടച്ച് ചെയ്തിട്ട് ആ ഡിയിലൊന്ന് ഞെക്കിയാൽ മോഡ് മാറും. ബ്രേക്ക് സ്ക്വീസ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ബ്രേക്കിലൊന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് ഞെക്കി കഴിഞ്ഞാൽ മോഡ് മാറിക്കോളും. ഇക്കോ മോഡിൽ വണ്ടി കുറച്ച് ലേസിയാണ്. നല്ല രീതിക്ക് ത്രോട്ടിൽ തിരിച്ചാൽ മാത്രമേ മൂവ് ആവൂ. സ്പോർട്ട് മോഡിലാണെങ്കിൽ നല്ല അഗ്രസീവാണ്, പെട്ടെന്ന് തന്നെ മൂവ് ആവും. നമ്മൾ ഫ്ലാറ്റ് റോഡിലൊക്കെ ഇട്ട് സ്പോർട്ട് മോഡിലിട്ട് ത്രോട്ടിൽ കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് വണ്ടി മുന്നോട്ട് കുതിക്കും. അപ്പോൾ ഇതിൻ്റെ ആദ്യം ഇത് ഓടിച്ചപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊരു മോഡിൻ്റെയും കൂടെ ഗ്യാപ്പ് ഉണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇക്കോ മോഡ് ഭയങ്കര സ്ലോ, സ്പോർട്ട് മോഡ് കുറച്ച് ഫാസ്റ്റ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊരു നോർമൽ മോഡ് വേണമെങ്കിൽ ആവായിരുന്നെന്ന് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഓടിച്ചു വന്നപ്പോഴത്തേക്കും ഓക്കെ ആയി. എത്രയും ആണ് എനിക്കിന്ന് ഓടിച്ചതെന്ന് മനസ്സിലായ കാര്യങ്ങൾ. ഇതിൻ്റെ ഫുൾ റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് സെറ്റ് ചെയ്യാം. ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിലും കമൻറ്റ് ചെയ്താൽ മതി, നമുക്ക് നോക്കാം. ഓക്കെ.